ഹായ് ഓൾ, ഇന്നത്തെ ക്ലാസ്സാണ് +2 സുവോളജിയിലെ ചാപ്റ്ററായ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വാരിയേഷൻ. ജെനറ്റിക്സിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്ന ഗ്രിഗർ മെൻഡൽ പീ പ്ലാന്റിൽ നടത്തിയ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻ്റ് ബേസ് ചെയ്ത് 3 ലോസ് പ്രപ്പോസ് ചെയ്തു. അദ്ദേഹം പീ പ്ലാന്റ് അതായത് പയറ് ചെടിയിൽ നടത്തിയ മോണോഹൈബ്രിഡ് ആൻഡ് ഡൈഹൈബ്രിഡ് ക്രോസ് ബേസ് ചെയ്താണ് ഈ 3 ലോസും പ്രപ്പോസ് ചെയ്തത്. ഓക്കെ, ആദ്യത്തെ 2 ലോ മോണോഹൈബ്രിഡ് ക്രോസ് ബേസ് ചെയ്താണ്, തേർഡ് ലോ ഡൈഹൈബ്രിഡ് ക്രോസ് ബേസ് ചെയ്താണ്. സോ ഫസ്റ്റ് ലോ ഓഫ് ഡോമിനൻസ്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ മോണോഹൈബ്രിഡ് ക്രോസ്. മോണോഹൈബ്രിഡ് ക്രോസ് ബേസ് ചെയ്താണ് ലോ ഓഫ് ഡോമിനൻസ്. 3 points. Characters are controlled by discrete units called factors. Factors occur in pairs. In a dissimilar pair of factors, one member of the pair dominates the other. ഓരോ ക്യാരക്ടേഴ്സും കൺട്രോൾ ചെയ്യുന്നത് ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പീ പ്ലാന്റിൻ്റെ ടോൾ ഹൈറ്റിന് കാരണം ക്യാപിറ്റൽ ടി എന്ന ഫാക്ടറാണ്. ഡ്വാർഫിനെസ്സിന് കാരണം സ്മോൾ ടി എന്ന ഫാക്ടറാണ്. ഫാക്ടേഴ്സ് പെയറായാന്ന് കാണുക. ദാറ്റ് ഈസ് ക്യാപിറ്റൽ ടി പെയറാണ്, സ്മോൾ ടി പെയറാണ്, ക്യാപിറ്റൽ ടി സ്മോൾ ടി പെയറാണ്. ക്യാപിറ്റൽ ടി സ്മോൾ ടി ഡിസിമിലർ ഫാക്ടേഴ്സ് ആണ്. ഫാക്ടേഴ്സ് ഡിസിമിലർ ആണെങ്കിൽ, ദാറ്റ് മീൻസ് ഒരേപോലെ അല്ല എങ്കിൽ അതിൽ ഒരെണ്ണം ഡോമിനൻ്റ് ആയിരിക്കും, മറ്റേത് റെസസീവ് ആയിരിക്കും. ഇവിടെ ക്യാപിറ്റൽ ടി സ്മോൾ ടി ഡിസിമിലർ ആണ്, ക്യാപിറ്റൽ ടി ഡോമിനൻ്റ് ആണ്, സ്മോൾ ടി റെസസീവ് ആണ്. സോ ക്യാരക്ടേഴ്സ് കൺട്രോൾ ചെയ്യുന്നത് ഫാക്ടേഴ്സ് ആണ്. ഫാക്ടേഴ്സ് പെയറായാണ് കാണുക. ഡിസിമിലർ പെയറിൽ ഒരെണ്ണം ഡോമിനൻ്റ് ആയിരിക്കും, മറ്റേത് റെസസീവ് ആയിരിക്കും. സെക്കൻഡ് ലോ ഓഫ് സെഗ്രിഗേഷൻ ബേസ്ഡ് ഓൺ മോണോഹൈബ്രിഡ് ക്രോസ്. സെക്കൻഡ് ലോ ആണ് ലോ ഓഫ് സെഗ്രിഗേഷൻ. ഇതും മോണോഹൈബ്രിഡ് ക്രോസ് ബേസ് ചെയ്താണ് പ്രപ്പോസ് ചെയ്തത്. ദിസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ഡ്യൂറിംഗ് ഗാമീറ്റ് ഫോർമേഷൻ the 2 factors for a character present in an individual will separate and segregate with each other so that a gamete receives only one of the 2 factors. Gamete ഫോം ചെയ്യുന്ന സമയത്ത് ഫാക്ടേഴ്സ് ഒരിക്കലും കൂടിക്കലരില്ല. ഫാക്ടേഴ്സ് സെപ്പറേറ്റ് ആവുന്നുണ്ട്. 2 ഫാക്ടറിൽ നിന്നും ഒരു ഫാക്ടറാണ് ഗാമീറ്റ് റിസീവ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഗാമീറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് ഫാക്ടേഴ്സ് 2ആയി വേർപിരിയുകയും ഓരോന്നും ഓരോ ഗാമീറ്റിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യുന്നു. നെക്സ്റ്റ് തേർഡ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് ബേസ്ഡ് ഓൺ ഡൈഹൈബ്രിഡ് ക്രോസ്. ഡൈഹൈബ്രിഡ് ക്രോസ് ബേസ് ചെയ്ത് പ്രപ്പോസ് ചെയ്ത ലോ ആണ് തേർഡ് ലോ ആയ ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. വെൻ മോർ ദാൻ 1 പെയർ ഓഫ് ക്യാരക്ടേഴ്സ് ആർ ഇൻവോൾവ്ഡ് ഇൻ എ ക്രോസ്, ഫാക്ടർ പെയർസ് ഇൻഡിപെൻഡൻ്റ്ലി സെഗ്രിഗേറ്റ്, ദാറ്റ് ഈസ് സെപ്പറേറ്റ് ഫ്രം ദ അതർ പെയർ ഓഫ് ക്യാരക്ടേഴ്സ്. ഡൈഹൈബ്രിഡ് ക്രോസിൽ ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട് അല്ലേ? സോ ഒരു ക്രോസിൽ ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സ് ഇൻവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ ഫാക്ടർ പെയറും ഇൻഡിപെൻഡൻ്റ് ആയി നെക്സ്റ്റ് ജനറേഷനിലേക്ക് മൂവ് ചെയ്യും. ഇതാണ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. സോ ഈ 3 ലോസും ഓർത്ത് വെക്കുക. ലോ ഓഫ് ഡോമിനൻസ്, ലോ ഓഫ് സെഗ്രിഗേഷൻ, ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. അതിൽ ലോ 1 ആൻഡ് ലോ 2 ബേസ്ഡ് ഓൺ മോണോഹൈബ്രിഡ് ക്രോസ്, ലോ 3 ബേസ്ഡ് ഓൺ ഡൈഹൈബ്രിഡ് ക്രോസ്. മെൻഡൽ പീ പ്ലാന്റിൽ നടത്തിയ എക്സ്പെരിമെൻ്റ് പ്രകാരം ഫസ്റ്റ് ജനറേഷനിൽ കിട്ടുന്നത് ഡോമിനൻറ്റ് ക്യാരക്ടർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ടോൾ ആൻഡ് ഡ്വാർഫ് പീ പ്ലാന്റ്സിനെ ക്രോസ് ചെയ്താൽ ഫസ്റ്റ് ജനറേഷനിൽ കിട്ടുന്നത് ഡോമിനൻറ്റ് ക്യാരക്ടറായ ടോൾ ആയിരിക്കും അല്ലേ? പക്ഷേ പീ പ്ലാന്റ്സിൽ കണ്ടക്ട് ചെയ്ത എക്സ്പെരിമെൻറ്റ്സ് മറ്റ് പല ചെടികളിലും നടത്തിയ സമയത്ത് ഇതിൽ നിന്നും ചില ഡിഫറൻസ് കാണപ്പെട്ടു. അതാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്, നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ്. അതിൽ ഫസ്റ്റ് വൺ, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ദ ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് ഇൻ വിച്ച് the F1 phenotype do not resemble either of the 2 parents but shows an intermediate character is called incomplete dominance. Example, this was done in dog flower snapdragon or antirrhinum species. ഡോഗ് ഫ്ലവർ ഓർ സ്നാപ് ഡ്രാഗണിൽ എക്സ്പെരിമെൻ്റ് നടത്തിയ സമയത്ത് കണ്ടെത്തിയത് ഫസ്റ്റ് ജനറേഷൻ ഡിഫറെൻറ്റ് ക്യാരക്ടർ കാണിക്കുന്നതാണ്. ഇവിടെ ഫസ്റ്റ് ജനറേഷനിൽ കിട്ടിയ ക്യാരക്ടർ 2 പാരൻസിൻ്റെ ക്യാരക്ടർ പോലെ അല്ല, പക്ഷേ 2 പാരൻസിൻ്റെ ക്യാരക്ടറിനും ഇടയിലുള്ള ഒരു ക്യാരക്ടറാണ് കിട്ടിയത്. എക്സാമ്പിൾ, റെഡ് ഫ്ലവറുള്ള പ്ലാന്റും വൈറ്റ് ഫ്ലവറുള്ള പ്ലാന്റും തമ്മിൽ ക്രോസ് ചെയ്തു. ഫസ്റ്റ് ജനറേഷനിൽ കിട്ടിയ പ്ലാന്റിൻ്റെ ഫ്ലവർ കളർ പിങ്ക് ആയിരുന്നു. റെഡിനും വൈറ്റിനും ഇടയിലുള്ള കളറാണ് പിങ്ക്. ഓക്കെ, ഇവിടെ ജീനോടൈപ്സ് സെലക്ട് ചെയ്തത് റെഡ് ഫ്ലവറിന് ക്യാപിറ്റൽ ആർ, വൈറ്റ് ഫ്ലവർ സ്മോൾ ആർ. സോ ഗാമീറ്റ്സ് ഫോം ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റൽ ആർ ഒരു ഗാമീറ്റ് ഫോം ചെയ്തു, സ്മോൾ ആർ മറ്റൊരു ഗാമീറ്റ് ഫോം ചെയ്തു.
ക്രോസ് ചെയ്ത ശേഷം ഫസ്റ്റ് ജനറേഷന് ഫോം ചെയ്തു. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആണ് ജീനോടൈപ്പ്. പക്ഷെ പ്ലാന്റ് കാണിച്ച ക്യാരക്ടർ, അതായത് ഫീനോടൈപ്പ് എന്തായിരുന്നു? പിങ്ക് ഫ്ലവർ ആയിരുന്നു. റെഡിനും വൈറ്റിനും ഇടയിലുള്ള കളറാണ് പിങ്ക്. ഈ ഒരു ഫിനോമിനൺ ആണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. സോ ഇതിൻ്റെ സെക്കൻഡ് ജനറേഷന് കണ്ടുപിടിച്ച സമയത്ത് എങ്ങനെയായിരിക്കും പ്ലാന്റ്സ് കിട്ടിയിട്ടുണ്ടാവുക? ദാറ്റ് ഈസ് 1 റെഡ് ഫ്ലവേർഡ്, 2 പിങ്ക് ഫ്ലവേർഡ് ആൻഡ് 1 വൈറ്റ് ഫ്ലവേർഡ്. ഇവിടെ ഫസ്റ്റ് ജനറേഷനിൽ പിങ്ക് കളർ കിട്ടാനുള്ള കാരണം എന്താണ്? ദിസ് ഹാപ്പൻസ് ബിക്കോസ് ക്യാപിറ്റൽ ആർ ഈസ് നോട്ട് കംപ്ലീറ്റ്ലി ഡോമിനൻ്റ് ഓവർ സ്മോൾ ആർ. സോ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഷോസ് ആൻ ഇൻ്റർമീഡിയറ്റ് പിങ്ക് കളർ. ഇവിടെ ക്യാപിറ്റൽ ആർ സ്മോൾ ആറിന് മേലെ കംപ്ലീറ്റ്ലി ഡോമിനൻ്റ് അല്ല, അതുകൊണ്ടാണ് പിങ്ക് കളർ കിട്ടിയത്. ഓക്കെ, നമ്മൾ മെൻഡലിയൻ ഇൻഹെറിറ്റൻസിൽ പറഞ്ഞു ക്യാപിറ്റൽ ടി സ്മോൾ ടി വന്നാൽ ടോളാണ്. അതിന് കാരണം ക്യാപിറ്റൽ ടി സ്മോൾ ടിക്ക് മേലെ കംപ്ലീറ്റ്ലി ഡോമിനൻ്റ് ആണ്. പക്ഷേ ഇവിടെ ക്യാപിറ്റൽ ആർ സ്മോൾ ആറിന് മേലെ ഇൻകംപ്ലീറ്റ്ലി ഡോമിനൻ്റ് ആണ്. അതുകൊണ്ടാണ് രണ്ട് പാരൻസിൻ്റെയും മിക്സ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഫസ്റ്റ് ജനറേഷനിൽ കിട്ടിയത്. സോ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൻ്റെ ഫിനോട്ടിപ്പിക് റേഷ്യോ എന്തായിരുന്നു? 1 red is to 2 pink is to 1 white, that is 1:2:1 ratio. Genotypic ratio 1 capital R, 2 capital R small r, 1 small r small r. അതും 1:2:1 ratio ആണ്. സോ ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെക്കണം. Incomplete dominance is a genetic phenomenon in which both genotypic and phenotypic ratios are same, that is 1:2:1. എക്സാമിന് ഇതേപോലെ ക്വസ്റ്റ്യൻ വരും. ജീനോട്ടിപ്പിക് റേഷ്യോയും ഫിനോട്ടിപ്പിക് റേഷ്യോയും ഒരേപോലെ കിട്ടുന്ന ക്രോസ് ഏതാണ്? ദാറ്റ് ഈസ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. എത്രയാണ് റേഷ്യോ? ജീനോട്ടിപ്പിക് റേഷ്യോ 1:2:1, ഫിനോട്ടിപ്പിക് റേഷ്യോ 1:2:1. Another example for incomplete dominance, starch synthesis in pea plants. Pea plantsലുള്ള starch synthesis incomplete dominanceന് മറ്റൊരു എക്സാമ്പിൾ ആണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ടേബിൾ കാണാം. ജീനോടൈപ്പ് ആൻഡ് സൈസ് ഓഫ് സ്റ്റാർച്ച് ഗ്രെയിൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്യാപിറ്റൽ ബി ആണെങ്കിൽ ലാർജ് സ്റ്റാർച്ച് ഗ്രെയിൻ ആയിരിക്കും. ക്യാപിറ്റൽ ബി സ്മോൾ ബി ആണെങ്കിൽ ഇൻ്റർമീഡിയറ്റ് സൈസ് ആണ് കാണിക്കുന്നത്. ഓക്കെ, സ്മോൾ ബി ആണെങ്കിൽ സ്മോൾ സ്റ്റാർച്ച് ഗ്രെയിൻസ് ആണ്. സോ ഇവിടെ ക്യാപിറ്റൽ ബി സ്മോൾ ബി കാണിച്ചത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. നെക്സ്റ്റ് ഈസ് കോഡോമിനൻസ്. ഇറ്റ് ഈസ് ദ ഫിനോമിനൺ ഇൻ വിച്ച് F1 ജനറേഷൻ റിസംബിൾ ബോത്ത് ദ പാരൻസ്. കോഡോമിനൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ജനറേഷനിൽ കിട്ടുന്നത് രണ്ട് പാരൻസിൻ്റെയും ക്യാരക്ടേഴ്സ് ആണ്. ഇവിടെ രണ്ട് പാരൻസിൻ്റെയും ക്യാരക്ടേഴ്സ് അതേപോലെ കാണിക്കുന്നതാണ് കോഡോമിനൻസ്. ഹിയർ ബോത്ത് അലീൽസ് ഓഫ് ജീൻ ആർ എക്സ്പ്രസ്ഡ് ഇൻ ഹെട്രോസൈഗസ് കണ്ടീഷൻ. ഇതിൽ ബെസ്റ്റ് എക്സാമ്പിളാണ് ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പ്. ABO blood grouping in human beings. ABO blood group is controlled by the gene ക്യാപിറ്റൽ ഐ. ഹ്യൂമൻ ബീങ്സിൽ ABO ബ്ലഡ് ഗ്രൂപ്പ് കൺട്രോൾ ചെയ്യുന്നത് ജീൻ ഐ ആണ്. ജീൻ ഐ ഹാസ് 3 അലീൽസ്. ഓക്കെ, ജീൻ ഐക്ക് 3 അലീൽസ് ഉണ്ട്. സോ ഇത് മൾട്ടിപ്പിൾ അലീലിസത്തിന് കൂടി എക്സാമ്പിളാണ്. ഇനി 3 അലീൽസ് ഏതൊക്കെയാണ്? IA, IB ആൻഡ് സ്മോൾ ഐ. ഇവിടെ വെൻ IA ആൻഡ് സ്മോൾ ഐ ആർ പ്രസൻറ്റ് ഇൻ എൻ ഓർഗാനിസം ഓൺലി IA എക്സ്പ്രസ്. ഇനി ഒരു ഓർഗാനിസത്തിൽ ഹ്യൂമൻ ബീങ്സിൽ IA സ്മോൾ ഐ വന്നാൽ അവിടെ IA ആണ് ഡോമിനൻ്റ്, സ്മോൾ ഐ റെസസീവ് ആണ്. സോ ഏത് ക്യാരക്ടറായിരിക്കും കാണിക്കുക? IAയുടെ ക്യാരക്ടറായ A ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും കാണിക്കുക. വെൻ IB ആൻഡ് സ്മോൾ ഐ ആർ പ്രസൻറ്റ് ഇൻ എൻ ഓർഗാനിസം ഓൺലി IB എക്സ്പ്രസസ്. ഇനി IB സ്മോൾ ഐ ആണ് അലീലിക് കോമ്പിനേഷൻ എങ്കിൽ IB ആണ് എക്സ്പ്രസ് ചെയ്യുക, സ്മോൾ ഐ അല്ല. IBയുടെ ക്യാരക്ടറായിരിക്കും കാണിക്കുക, ദാറ്റ് ഈസ് B ബ്ലഡ് ഗ്രൂപ്പ്. When IA and IB are present in an organism, they both express. This is due to codominance. പക്ഷേ IA and IB ഒന്നിച്ച് വന്നാൽ രണ്ടും എക്സ്പ്രസ് ചെയ്യും. അതുകൊണ്ട് ബ്ലഡ് ഗ്രൂപ്പ് AB ആയിരിക്കും. ഇതാണ് കോഡോമിനൻസ്. രണ്ട് അലീൽസും ഇവിടെ എക്സ്പ്രസ് ചെയ്തു. ഒബ്സർവ് ദിസ് ടേബിൾ. ഇവിടെ രണ്ട് പാരൻസിൽ നിന്നും കിട്ടുന്ന അലീൽസ് തന്നിട്ടുണ്ട്. സോ ജീനോടൈപ്പ് ഓഫ് ഓഫ്സ്പ്രിങ്ങിനുണ്ടാവുന്ന ജീനോടൈപ്പും ഏത് ബ്ലഡ് ഗ്രൂപ്പ് ആണെന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ പാരൻറ്റ് 1 IA, പാരൻറ്റ് 2 IA. അങ്ങനെയാണെങ്കിൽ ഓഫ്സ്പ്രിങ്ങിൻ്റെ ജീനോടൈപ്പ് IA, ബ്ലഡ് ഗ്രൂപ്പ് ഏതായിരിക്കും? A ആയിരിക്കും. ഹോമോസൈഗസ് ആണ്, സോ ബ്ലഡ് ഗ്രൂപ്പ് A ആയിരിക്കും. പാരൻറ്റ് 1 IA, പാരൻറ്റ് 2 IB ആണെങ്കിൽ ഓഫ്സ്പ്രിങ്ങിൻ്റെ ജീനോടൈപ്പ് ഏതായിരിക്കും? IA, IB ആയിരിക്കും. സോ രണ്ടും എക്സ്പ്രസ് ചെയ്യും, അങ്ങനെ ബ്ലഡ് ഗ്രൂപ്പ് AB വരും. നെക്സ്റ്റ് പാരൻറ്റ് 1 IA,
പാരൻറ്റ് ടു സ്മോൾ ഐ ആണെങ്കിൽ ഓഫ് സ്പ്രിങ്ങിൻ്റെ ജീനോടൈപ്പ് IA സ്മോൾ ഐ വരും. ഇവിടെ IA ഡോമിനൻ്റ് ആണ്. സോ IAയുടെ ക്യാരക്ടർ കാണിക്കും, ദാറ്റ് ഈസ് A ബ്ലഡ് ഗ്രൂപ്പ്. നെക്സ്റ്റ് പാരൻറ്റ് 1 IB പാരൻറ്റ് 2 IA ആണെങ്കിൽ ഓഫ് സ്പ്രിങ്ങിൻ്റെ ജീനോടൈപ്പ് IAIB, രണ്ട് അലീൽസും എക്സ്പ്രസ് ചെയ്യും. സോ ബ്ലഡ് ഗ്രൂപ്പ് AB ആയിരിക്കും. നെക്സ്റ്റ് പാരൻറ്റ് 1 IB പാരൻറ്റ് 2 IB ആണെങ്കിൽ ഓഫ് സ്പ്രിങ്ങിൻ്റെ ജീനോടൈപ്പ് ഏതായിരിക്കും വരിക? IB ആയിരിക്കും. സോ ഇവിടെ ഹോമോസൈഗസ് ആണ്, B ആണ് ബ്ലഡ് ഗ്രൂപ്പ്. നെക്സ്റ്റ് പാരൻറ്റ് 1 IB ആൻഡ് പാരൻറ്റ് 2 കിട്ടിയ അലീൽ സ്മോൾ I ആണെങ്കിൽ ഓഫ് സ്പ്രിങ്ങിൻ്റെ ജീനോടൈപ്പ് IB സ്മോൾ I ആയിരിക്കും. ഇവിടെ IB ആണ് ഡോമിനൻറ്റ്. സോ ബിയുടെ ക്യാരക്ടർ കാണിക്കും, ദാറ്റ് ഈസ് B ബ്ലഡ് ഗ്രൂപ്പ്. ഇനി സ്മോൾ I പാരൻറ്റ് 1 സ്മോൾ I പാരൻറ്റ് 2 സ്മോൾ I, ഓഫ് സ്പ്രിങ്ങിൻ്റെ ജീനോടൈപ്പ് സ്മോൾ I വരും. അങ്ങനെയാണെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് O ആയിരിക്കും. സോ ഓരോ ബ്ലഡ് ഗ്രൂപ്പും അതിൻ്റെ ജീനോടൈപ്പും ഓർമ്മ വേണം. അത് വെച്ച് എക്സാമിന് ഡിഫറെൻറ്റ് ക്രോസസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, A ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ജീനോടൈപ്പ്, A ബ്ലഡ് ഗ്രൂപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്ന ജീനോടൈപ്സ് ആണ് IA സ്മോൾ I. B ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ജീനോടൈപ്പാണ് IB സ്മോൾ I. AB ബ്ലഡ് ഗ്രൂപ്പ് വരുന്നത് IB കോമ്പിനേഷൻ വന്നാലാണ്. O ബ്ലഡ് ഗ്രൂപ്പ് വരുന്നത് സ്മോൾ I. നെക്സ്റ്റ് ടോപ്പിക് സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ഹ്യൂമൻ ബീങ്സ്. XXXY മെക്കാനിസം. ഹ്യൂമൻ ബീങ്സിൽ കാണുന്ന സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസമാണ് XXXY മെക്കാനിസം. ഹ്യൂമൻ ഫീമെയിൽസിൻ്റെ ക്രോമസോംസ് ആണ് XX, മെയിൽ ക്രോമസോംസ് ആണ് XY. സോ ദിസ് മെക്കാനിസം ഈസ് കോൾഡ് XXXY മെക്കാനിസം. അതിനു മുമ്പ് ഹ്യൂമൻ ബീങ്സിലുള്ള ക്രോമസോംസ് ഏതൊക്കെയാണ് എന്ന് നോക്കാം. നമ്പർ ഓഫ് സൊമാറ്റിക് ക്രോമസോംസ് 44 or 22 pairs. സോ ടോട്ടൽ ഹ്യൂമൻ ബീങ്സിൽ 46 ക്രോമസോംസ് ഉണ്ട്. അതിൽ 44 ക്രോമസോംസ് സൊമാറ്റിക് ക്രോമസോംസ് അല്ലെങ്കിൽ ഓട്ടോസോംസ് ആണ്. ഓക്കെ, നമ്പർ ഓഫ് സെക്സ് ക്രോമസോംസ് 2 or 1 പെയർ. സോ 44 സൊമാറ്റിക് ക്രോമസോംസ് ആണെങ്കിൽ റിമൈനിങ് 2 സെക്സ് ക്രോമസോംസ് ആണ്. ജനറ്റിക് മേക്കപ്പ് ഓഫ് ഫീമെയിൽസിൻ്റെ ജനറ്റിക് മേക്കപ്പ് എന്ന് പറയുന്നത് 44 + XX ആണ്. ജനറ്റിക് മേക്കപ്പ് ഓഫ് മെയിൽ ക്രോമോസോംസ് എന്ന് പറയുന്നത് 44 + XY. 44 ഓട്ടോസോംസ് ഓർ സൊമാറ്റിക് ക്രോമോസോംസ് ആണ്. XX സെക്സ് ക്രോമോസോംസ് ആണ്. XYയും സെക്സ് ക്രോമോസോംസ് ആണ്. സോ മെയിൽ ക്രോമോസോം 44A + XY. A എന്ന് പറയുന്ന ഓട്ടോസോംസ് ഓർ സൊമാറ്റിക് ക്രോമോസോം. ഫീമെയിൽ ക്രോമോസോം 44A + XX. ഗ്യാമീറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് മെയിൽ 2 ടൈപ്പ് ഗ്യാമീറ്റ് ഫോം ചെയ്യും, 2 ടൈപ്പ് സ്പേം ഫോം ചെയ്യും. X carrying sperm and Y carrying sperm. സോ ഗ്യാമിറ്റ്സിൻ്റെ കോമ്പിനേഷൻ നോക്കുക. 22A + X ഒരു ഗ്യാമിറ്റ്, 22A + Y മറ്റൊരു ഗ്യാമിറ്റ്. പക്ഷേ ഫീമെയിൽസ് ഒരു ടൈപ്പ് ഓവർ മാത്രമേ ഫോം ചെയ്യുള്ളൂ, ദാറ്റ് ഈസ് 22A + X ക്രോമോസോം. X ക്രോമോസോം ക്യാരിങ് ഓവർ മാത്രമേ ഫീമെയിൽ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഇനി ഫെർട്ടിലൈസേഷൻ സമയത്ത് X carrying sperm ആണ് ഓവത്തിനെ ഫെർട്ടിലൈസ് ചെയ്യുന്നതെങ്കിൽ വാട്ട് ടൈപ്പ് ഓഫ് ഓഫ് സ്പ്രിങ് ഇസ് ഫോമഡ്? 44A + XX, അതായത് ഗേൾ ചൈൽഡ് ആയിരിക്കും ഫോം ചെയ്യുക. ഇനി Y carrying sperm ആണ് ഓവത്തിനെ ഫെർട്ടിലൈസ് ചെയ്യുന്നതെങ്കിൽ ഓഫ് സ്പ്രിങ് ഫോം ചെയ്യുന്നത് 44A + XY ആയിരിക്കും, ദാറ്റ് ഈസ് ബോയ് ചൈൽഡ് ആയിരിക്കും ഫോം ചെയ്യുക. ഫീമെയിൽസ് ആർ ഹോമോഗാമറ്റിക് X and X ആൻഡ് മെയിൽസ് ആർ ഹെട്രോഗാമറ്റിക് X and Y. ഹ്യൂമൻ ബീങ്സിൽ ഫീമെയിൽസ് ഹോമോഗാമറ്റിക് ആണ്, ദാറ്റ് ഈസ് XX. മെയിൽ ഹെട്രോഗാമറ്റിക് ആണ് XY. If the Y chromosome carrying male gamete fuses with the X gamete of female, the child thus formed is male. Y chromosome ഉള്ള sperm ആണ് ഓവത്തിനെ ഫെർട്ടിലൈസ് ചെയ്യുന്നതെങ്കിൽ നെക്സ്റ്റ് ഉണ്ടാവുന്ന ബേബി XY ആയിരിക്കും, ദാറ്റ് ഈസ് മെയിൽ. If the X chromosome carrying male gamete fuses with the X gamete of the female, the child thus formed is female. X carrying sperm ആണ് ഓവത്തിനെ ഫെർട്ടിലൈസ് ചെയ്യുന്നതെങ്കിൽ XX കോമ്പിനേഷൻ വരും, അതായത് ചൈൽഡ് ഫീമെയിൽ ആയിരിക്കും. ഈ ഒരു സെക്ഷനിൽ വരുന്ന ക്വസ്റ്റ്യൻ എങ്ങനെ ആയിരിക്കും? ദ സെക്സ് ഓഫ് ദ ബേബി ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ ഫാദർ, ജസ്റ്റിഫൈ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എസ് എന്ന് പറഞ്ഞ് ഒരു ക്രോസും ഈ പോയിന്റ്സും എഴുതി വെക്കുക. ഹ്യൂമൻ ബീങ്സിൻ്റെ കേസിൽ നെക്സ്റ്റ് ജനറേഷൻ്റെ ജെൻഡർ ഓർ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഫാദറിൻ്റെ ക്രോമോസോമാണ്. കാരണം ഫാദറിനാണ് 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്രോമോസോംസ് ഉള്ളത്, X and Y. Next topic, pedigree analysis. It is the analysis of trait in several generations of a family. Significance. This analysis is used to trace the inheritance of a specific trait or abnormality or a disease. ഒരു പ്രത്യേക ക്യാരക്ടറിൻ്റെ ഇൻഹെറിറ്റൻസ് ഫാമിലി ഹിസ്റ്ററി നോക്കി കണ്ടെത്തുന്ന രീതിയാണ് പെഡിഗ്രി അനാലിസിസ്.
ഒരു കുടുംബത്തിൽ ഒരു ജനറ്റിക് ഡിസോർഡർ ഉണ്ടെങ്കിൽ അത് ആർക്കൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്, എങ്ങനെയാണ് ഡിസീസിൻ്റെ ഇൻഹെറിറ്റൻസ്, ഇതൊക്കെ കണ്ടെത്തുന്ന രീതിയാണ് പെഡിഗ്രി അനാലിസിസ്. സോ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഒരു ഫാമിലിയിലുള്ള സ്പെഷ്യൽ എബ്നോർമാലിറ്റി ഓർ ട്രെയ്റ്റിൻ്റെ ഇൻഹെറിറ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. ദാറ്റ് മീൻസ് ആർക്കൊക്കെ ഇനി ഈ ഡിസീസ് വരാൻ ചാൻസ് ഉണ്ട് എന്നത് പെഡിഗ്രി അനാലിസിസ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. പെഡിഗ്രി അനാലിസിസിന് വേണ്ടി യൂസ് ചെയ്യുന്ന സിംബൽസ് എക്സാമിന് ഈസിയായി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷനാണ്. സോ സ്ക്വയർ ആണെങ്കിൽ മെയിൽ, സർക്കിൾ ആണെങ്കിൽ ഫീമെയിൽ, ഡയമണ്ട് ഷേപ്പ്ഡ് ആണെങ്കിൽ സെക്സ് അൺസ്പെസിഫൈഡ്, മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് സ്പെസിഫൈ ചെയ്യാത്ത സമയത്ത് ഈ സിംബൽ യൂസ് ചെയ്യാം. ഇനി ഷെയ്ഡഡ് ആണെങ്കിൽ, അകത്ത് ഷെയ്ഡ് ചെയ്തിട്ടാണെങ്കിൽ അഫക്റ്റഡ് ഇൻഡിവിജ്വൽസ്, അതായത് അവർക്ക് ഡിസീസ് ഉണ്ട് എന്നാണ് മീനിങ്. മെയിൽ ആൻഡ് ഫീമെയിലിൻ്റെ ഇടയിലായി ഒരു ലൈൻ വന്നാൽ ദാറ്റ് റെപ്രസെൻറ്റ്സ് മെയ്റ്റിംഗ്. മെയ്റ്റിംഗ് മീൻസ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ആൻഡ് നെക്സ്റ്റ് വൺ ഡബിൾ ലൈന് വന്നാൽ മെയ്റ്റിംഗ് ബിറ്റ്വീൻ റിലേറ്റീവ്സ് തമ്മിലുള്ള മെയ്റ്റിംഗ്, അതായത് റിലേറ്റീവ്സ് തമ്മിലുള്ള മാരേജ്. നെക്സ്റ്റ് ഇങ്ങനെയാണെങ്കിൽ ഇതിൽ കാണുന്നത്, മേലെ കാണുന്നത് പാരൻസ് ആണ്, താഴെ കാണുന്നത് ചിൽഡ്രൻ ആണ്. ഇതിൽ ഷെയ്ഡ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഡിസീസ്ഡ് ആണ്. ആൻഡ് ഡയമണ്ട് ഷേപ്പിനകത്ത് നമ്പർ റെപ്രസെൻ്റ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ സെക്സ് സ്പെസിഫൈ ചെയ്തിട്ടില്ല. 5 എന്നത് സൂചിപ്പിക്കുന്നത് നമ്പർ ഓഫ് ഓഫ്സ്പ്രിങ്. സോ 5 അൺഎഫക്റ്റഡ് ഓഫ്സ്പ്രിങ്, 5 അസുഖമില്ലാത്ത ഓഫ്സ്പ്രിങ്. സോ നെക്സ്റ്റ് ടോപ്പിക് ജനറ്റിക് ഡിസോർഡേഴ്സ്. ജീൻസിൽ വരുന്ന ഡിസോർഡേഴ്സ് ആണ് ജനറ്റിക് ഡിസോർഡേഴ്സ്. 2 കാറ്റഗറി ആയി ക്ലാസിഫൈ ചെയ്യാം, മെൻഡേലിയൻ ഡിസോർഡേഴ്സ് ആൻഡ് ക്രോമസോമൽ ഡിസോർഡേഴ്സ്. അതിൽ ഫസ്റ്റ് വൺ മെൻഡേലിയൻ ഡിസോർഡേഴ്സ്. ഇറ്റ് ഈസ് ഡ്യൂ ടു മ്യൂട്ടേഷൻ ഓർ ആൾട്ടറേഷൻ ഇൻ ദ സിംഗിൾ ജീൻ. ഒരു ജീനിൽ വരുന്ന മ്യൂട്ടേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ചേഞ്ചസ് കാരണമോ മെൻഡേലിയൻ ഡിസോർഡേഴ്സ് വരാം. ഡിഫറെൻറ്റ് ഡിസീസസ് പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഹീമോഫീലിയ, ബ്ലീഡേഴ്സ് ഡിസീസ് അല്ലെങ്കിൽ റോയൽ ഡിസീസ് എന്നറിയപ്പെടുന്ന ഹീമോഫീലിയ. വാട്ട് ഈസ് ദ റീസൺ ഫോർ ഹീമോഫീലിയ? എ പ്രോട്ടീൻ ദാറ്റ് ഹെൽപ്സ് ഇൻ ബ്ലഡ് ക്ലോട്ടിംഗ് ഈസ് എഫക്റ്റഡ്. ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന ഒരു പ്രോട്ടീൻ, ഈ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻസിൽ വരുന്ന മ്യൂട്ടേഷനാണ് ഹീമോഫീലിയക്ക് കാരണം. അതായത് ഒരു ജീൻ ഒരു പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഈ പ്രോട്ടീൻ ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ജീൻ മ്യൂട്ടേറ്റഡ് ആയാൽ പ്രോട്ടീൻ ഫങ്ഷനിങ് ചെയ്യില്ല, അത് കാരണം ബ്ലഡ് ക്ലോട്ടിംഗ് നടക്കില്ല. സിംറ്റം എ സിമ്പിൾ കട്ട് റിസൾട്ട് ഇൻ നോൺ സ്റ്റോപ്പ് ബ്ലീഡിങ്. ചെറിയൊരു മുറിവുണ്ടായാൽ പോലും കണ്ടിന്യൂസ് ആയി ബ്ലീഡിങ് നടക്കും. മറ്റുള്ള പോയിൻറ്റ്സ് കൂടി ഓർത്തു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. സെക്സ് ലിങ്ക്ഡ്, ദാറ്റ് ഈസ് എക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസീസ് ആണ്. സെക്സ് ലിങ്ക്ഡ് ഡിസീസ് ആണ്, റെസസീവ് ഡിസീസ് ആണ്. ദ ഡിസീസ് ഈസ് കൺട്രോൾഡ് ബൈ 2 alleles, ക്യാപിറ്റൽ എച്ച് ആൻഡ് സ്മോൾ എച്ച്. ഈ ഡിസീസ് കൺട്രോൾ ചെയ്യുന്ന 2 alleles ആണ് ക്യാപിറ്റൽ എച്ച് ആൻഡ് സ്മോൾ എച്ച്. ഇതിൽ ക്യാപിറ്റൽ എച്ച് ഈസ് നോർമൽ അലീൽ ആൻഡ് സ്മോൾ എച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഹീമോഫീലിയ. ക്യാപിറ്റൽ എച്ച് നോർമൽ അലീലാണ്, പക്ഷേ സ്മോൾ എച്ച് ആണ് ഹീമോഫീലിയക്ക് കാരണം. ഹെട്രോസൈഗസ് ഫീമെയിൽ കാരിയർ ട്രാൻസ്മിറ്റ് ദ ഡിസീസ് ടു സൺ. ഫീമെയിൽ കാരിയേഴ്സ് ആണ് സണ്ണിലേക്ക് ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇൻ ഫീമെയിൽ ഹീമോഫീലിയ ഈസ് വെരി റെയർ ബിക്കോസ് ഇറ്റ് ഹാപ്പൻസ് ഓൺലി വെൻ മദർ ഈസ് അറ്റ്ലീസ്റ്റ് കാരിയർ ആൻഡ് ഫാദർ ഹീമോഫിലിക്. ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ക്വസ്റ്റ്യൻ വരാം. വൈ ഇൻ ഫീമെയിൽ ഹീമോഫീലിയ ഈസ് റെയർ? എന്തുകൊണ്ടാണ്? ഒരു ഫീമെയിൽ ഹീമോഫിലിക് ആവണമെങ്കിൽ മദർ കാരിയർ ആയിരിക്കണം, ഫാദർ ഹീമോഫിലിക് ആയിരിക്കണം. ഈ ഒരു സിറ്റുവേഷൻ വന്നാൽ മാത്രമാണ് ഒരു ഫീമെയിൽ ഹീമോഫിലിക് ആവുന്നത്. അതായത് മദർ കാരിയർ ആയിരിക്കണം, ഫാദർ ഹീമോഫിലിക് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഉണ്ടാവുന്ന ഫീമെയിൽ ഹീമോഫിലിക് ആയിരിക്കും. ക്യൂൻ വിക്ടോറിയ വാസ് എ കാരിയർ. ഇംഗ്ലണ്ടിലെ ക്യൂൻ വിക്ടോറിയ ഈ ഡിസീസിൻ്റെ ഒരു കാരിയർ ആയിരുന്നു. അതുകൊണ്ടാണ് ഈ ഡിസീസിന് റോയൽ ഡിസീസ് എന്ന പേര് വന്നത്. ഇതിൻ്റെ ജീനോടൈപ്സ് ഓർത്ത് വെക്കുക. നോർമൽ മെയിൽ എക്സ് ക്യാപിറ്റൽ എച്ച് വൈ. സോ ക്യാപിറ്റൽ എച്ച് നോർമൽ അലീലാണ്, സോ എക്സ് വൈ മെയിലാണ്. എക്സ് ക്യാപിറ്റൽ എച്ച് വൈ ആണെങ്കിൽ നോർമൽ മെയിൽ. എക്സ് ക്യാപിറ്റൽ എച്ച് ആണെങ്കിൽ നോർമൽ ഫീമെയിൽ. എക്സ് സ്മോൾ എച്ച് വൈ ആണെങ്കിൽ ഹീമോഫിലിക് മെയിൽ. എക്സ് സ്മോൾ എച്ച് ആണെങ്കിൽ ഹീമോഫിലിക് ഫീമെയിൽ ആയിരിക്കും. ഇനി കാരിയർ വരുന്നപ്പോഴാണ് എക്സ് ക്യാപിറ്റൽ എച്ച് എക്സ് സ്മോൾ എച്ച് ആണെങ്കിൽ കാരിയർ ഫീമെയിൽ. നെക്സ്റ്റ് സിക്കിൾ സെൽ അനീമിയ. ഓട്ടോസോം ലിങ്ക്ഡ് റെസസീവ് ഡിസീസാണ് സിക്കിൾ സെൽ അനീമിയ. നേരത്തെ പറഞ്ഞ ഹീമോഫീലിയ സെക്സ് ലിങ്ക്ഡ് ഡിസീസാണ്, ഇവിടെ ഓട്ടോസോം ലിങ്ക്ഡ് റെസസീവ് ഡിസീസ്. ട്രാൻസ്മിറ്റഡ് ഫ്രം പാരൻസ് ടു ദ ഓഫ്സ്പ്രിങ് വെൻ ബോത്ത് ദ പാർട്ട്നേഴ്സ് ആർ കാരിയർ ഫോർ ദ ജീൻ. 2 പാരൻസും കാരിയേഴ്സ് ആണെങ്കിലാണ് ഈ ഡിസീസ് നെക്സ്റ്റ് ജനറേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ദ ഡിസീസ് ഈസ് കൺട്രോൾഡ് ബൈ എ പെയർ ഓഫ് അലീൽ HBA ആൻഡ് HBS.
അങ്ങനെ ജീനോടൈപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ നോർമൽ ഹ്യൂമൻ ബീങ് ആണെങ്കിൽ HbA കാരിയർ ആണെങ്കിൽ HbA/HbS ആയിരിക്കും. എഫക്റ്റഡ് ആണെങ്കിൽ HbS/HbS ആയിരിക്കും. ആൻഡ് വാട്ട് ഈസ് ദ റീസൺ ഫോർ സിക്കിൾ സെൽ അനീമിയ? Substitution of glutamic acid by valine at the 6th position of beta globin chain of the hemoglobin. This is due to single base substitution at the 6th codon of beta globin gene from GAG to GUG. So defective hemoglobin synthesize ചെയ്യുന്നത് കൊണ്ടാണ് സിക്കിൾ സെൽ അനീമിയ വരുന്നത്. ഒബ്സർവ് ദ ഫിഗർ. ഇതിൽ നോർമൽ, ആദ്യത്തെ ഫിഗർ നോർമൽ പെപ്റ്റൈഡ് ആണ്, രണ്ടാമത്തെ ഫിഗർ ആണ് ഡിസീസ്ഡ് ഹീമോഗ്ലോബിൻ പെപ്റ്റൈഡ്. ഫസ്റ്റ് ഫിഗർ ഒബ്സർവ് ചെയ്താൽ നമ്പർ 1 to 7 കാണുന്നുണ്ട്. 6th പൊസിഷനിലുള്ളത് ഗ്ലൂട്ടാമിക് ആസിഡ് ആണ്. പക്ഷേ HbS പെപ്റ്റൈഡ്, അതായത് എബ്നോർമൽ ഹീമോഗ്ലോബിൻ പെപ്റ്റൈഡിൻ്റെ 6th പൊസിഷനിലുള്ളത് വാലിൻ ആണ്. ഈ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക. സോ സിക്കിൾ സെൽ അനീമിയക്ക് കാരണം ഹീമോഗ്ലോബിൻ ചെയിനിൻ്റെ 6th പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം വാലിൻ വരുന്നതാണ് റീസൺ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? തൊട്ട് മേലെ mRNA ചെയിൻ നോക്കുക. നോർമൽ HbA പെപ്റ്റൈഡിൽ GAG ആണ്, പക്ഷേ HbS ഡിസീസ്ഡ് പെപ്റ്റൈഡിൽ GUG ആണ്. സോ GAG GUG ആയി മാറുന്നത് കൊണ്ട് ഹിമോഗ്ലോബിൻ ചെയിനിൻ്റെ 6th പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം വാലിൻ വരും. ഇതാണ് ഈ ഡിസീസിന് കാരണം. സിംറ്റംസ് ഓഫ് ദ ഡിസീസ്: ചേഞ്ച് ഇൻ ഷേപ്പ് ഓഫ് RBC ടു സിക്കിൾ ലൈക്ക് സ്ട്രക്ചർ. RBCs ആർ ഡിസ്ട്രോയിഡ് ലീഡിങ് ടു അനീമിയ. HbS പെപ്റ്റൈഡ് ഫോം ചെയ്യുന്നത് കാരണം RBCയുടെ ഷേപ്പ് സിക്കിൾ ഷേപ്പായി മാറും. സിക്കിൾ ഷേപ്പ് മീൻസ് അരിവാൾ പോലെയായി മാറും. RBCs ഒക്കെ ഡിസ്ട്രോയ് ചെയ്യപ്പെടും. അങ്ങനെ അനീമിയ വരും. നെക്സ്റ്റ് മെൻഡലിയൻ ഡിസോർഡർ ഫീനൈൽ കീറ്റോന്യൂറിയ. റീസൺ: മ്യൂട്ടേഷൻ ഇൻ ദ ജീൻ ദാറ്റ് പ്രൊഡ്യൂസ് ഫീനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ് എൻസൈം. ദിസ് എൻസൈം ഹെൽപ്സ് ടു കൺവേർട്ട് ഫീനൈൽ അലാനിൻ ഇൻടു ടൈറോസിൻ. ആസ് എ റിസൾട്ട് ഫീനൈൽ അലാനിൻ കൺവേർട്സ് ഇൻടു ഫീനൈൽ പൈറുവിക് ആസിഡ്. ഫീനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ് എൻസൈമാണ് ഫീനൈൽ അലാനിനെ ടൈറോസിനാക്കി മാറ്റുന്നത്. ഫീനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ജീനാണ്. ഈ ജീന് മ്യൂട്ടേറ്റഡ് ആയാൽ ഫീനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യില്ല. അത് കാരണം ഫീനൈൽ അലാനിൻ ടൈറോസിനായി കൺവേർട്ട് ചെയ്യില്ല. പകരം ഫീനൈൽ അലാനിൻ ഫീനൈൽ പൈറുവിക് ആസിഡായി മാറും. ഇതാണ് ഫീനൈൽ കീറ്റോന്യൂറിയക്ക് കാരണം. ഓക്കെ. സിംറ്റം: മെൻ്റൽ റിട്ടാർഡേഷൻ. മെൻ്റൽ റിട്ടാർഡേഷന് വരാം. റിഡക്ഷൻ ഇൻ ഹെയർ, സ്കിൻ പിഗ്മെൻറ്റേഷൻ. ഫീനൈൽ പൈറുവിക് ആസിഡ് ഇസ് എക്സ്ക്രീറ്റഡ് ത്രൂ യൂറിൻ. യൂറിൻ വഴി ഈ ഫീനൈൽ പൈറുവിക് ആസിഡ് എക്സ്ക്രീറ്റ് ചെയ്യപ്പെടും. മെൻ്റൽ റിട്ടാർഡേഷൻ ഉണ്ടാകും. റിഡക്ഷൻ ഇൻ ഹെയർ, ഹെയർ റിഡക്ഷൻ വരും. സ്കിൻ പിഗ്മെൻറ്റേഷൻ കാണിക്കും. ഇതൊക്കെയാണ് സിംറ്റംസ്. ഫീനൈൽ കീറ്റോണൂറിയ ഈസ് ഓട്ടോസോമൽ റെസസീവ് ഡിസോർഡർ. ഓർത്ത് വെക്കണം. ഓക്കെ. സിംഗിൾ ജീൻ മ്യൂട്ടേഷൻ ആണ് റീസൺ. ഇറ്റ് ഈസ് എൻ ഇൻബോൺ എറർ ഓഫ് മെറ്റബോളിസം. സോ ജനറ്റിക് ഡിസോർഡേഴ്സ് 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. മെൻഡേലിയൻ ഡിസോർഡേഴ്സ് ആൻഡ് ക്രോമസോമൽ ഡിസോർഡേഴ്സ്. മെൻഡേലിയൻ ഡിസോർഡേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ക്രോമസോമൽ ഡിസോർഡേഴ്സ്. മെൻഡേലിയൻ ഡിസോർഡേഴ്സിന് കാരണം ജീൻസിൽ വരുന്ന മ്യൂട്ടേഷനാണ്. ആൻഡ് വാട്ട് ഈസ് ദ റീസൺ ഫോർ ക്രോമസോമൽ ഡിസോർഡേഴ്സ്? ഡ്യൂ ടു ആബ്സെൻസ് ഓർ എക്സസ് ഓർ എബ്നോർമൽ അറേഞ്ച്മെൻറ്റ് ഓഫ് 1 or more ക്രോമസോംസ്. ഒന്നെങ്കിൽ ക്രോമോസോം ആബ്സെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ക്രോമോസോം കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ക്രോമോസോമിൻ്റെ അറേഞ്ച്മെൻറ്റ് നോർമൽ ആയിരിക്കില്ല, അബ്നോർമൽ ആയിരിക്കും. ഇതാണ് ക്രോമോസോമൽ ഡിസോർഡേഴ്സിന് കാരണം. അന്യൂപ്ലോയിഡി: ദ ഗെയിൻ ഓർ ലോസ് ഇൻ എ സബ്സെറ്റ് ഓഫ് ക്രോമോസോം. ക്രോമോസോംസ് ഗെയിൻ ആയാലോ ലോസ് ആയാലോ ആ ഒരു സിറ്റുവേഷനെ പറയുന്ന അന്യൂപ്ലോയിഡി എന്നാണ്. ക്രോമോസോം സബ്സെറ്റ് ഒന്നെങ്കിൽ എക്സ്ട്രാ വരും, അല്ലെങ്കിൽ നഷ്ടപ്പെടും. ഇതാണ് അന്യൂപ്ലോയിഡി. റീസൺ: ഡ്യൂ ടു ഫെയിലിയർ ഓഫ് സെഗ്രിഗേഷൻ ഓഫ് ക്രോമാറ്റിഡ്സ് ഡ്യൂറിങ് സെൽ ഡിവിഷൻ. സെൽ ഡിവിഷൻ നടക്കുന്ന സമയത്ത് ക്രോമാറ്റിഡ്സിൻ്റെ സെഗ്രിഗേഷൻ പ്രോപ്പറായി നടക്കാത്ത സമയത്താണ് അന്യൂപ്ലോയിഡി കണ്ടീഷൻ വരിക. എക്സാമ്പിൾ: ഡൗൺ സിൻഡ്രോം, ടേണേഴ്സ് സിൻഡ്രോം, എക്സെട്ര. മോണോസോമി 2n-1. 1 ക്രോമോസോം ഈസ് ലോസ്റ്റ് ഫ്രം ഡിപ്ലോയിഡ് സെറ്റ്. ഡിപ്ലോയിഡ് സെറ്റ് ഓഫ് ക്രോമോസോമിൽ നിന്ന് ഒരു ക്രോമോസോം നഷ്ടപ്പെട്ടാൽ ആ ഒരു കണ്ടീഷന് മോണോസോമി എന്ന് പറയും. ട്രൈസോമി 2n+1. 1 ക്രോമോസോം ഈസ് ആഡഡ് ടു ഡിപ്ലോയിഡ് സെറ്റ്. ഡിപ്ലോയിഡ് സെറ്റിലേക്ക് ഒരു ക്രോമോസോം എക്സ്ട്രാ വന്നാൽ അതാണ് ട്രൈസോമി. നെക്സ്റ്റ് വൺ പോളിപ്ലോയിഡി. ഇറ്റ് ഈസ് ആൻ ഇൻക്രീസ് ഇൻ ഹോൾ സെറ്റ് ഓഫ് ക്രോമോസോം. ഒരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് ക്രോമോസോം ഇൻക്രീസ് ആവുന്ന ഒരു സിറ്റുവേഷനാണ് പോളിപ്ലോയിഡി. റീസൺ: ഡ്യൂ ടു ഫെയിലിയർ ഓഫ് സൈറ്റോകൈനസിസ് ആഫ്റ്റർ ടീലോഫേസ് സ്റ്റേജ് ഓഫ് സെൽ ഡിവിഷൻ.
സെൽ ഡിവിഷന് ശേഷം സൈറ്റോകൈനസിസ് പ്രോപ്പറായി നടക്കാത്തതാണ് പോളിപ്ലോയിഡിക്ക് കാരണം. ദിസ് ഈസ് ഓഫൻ സീൻ ഇൻ പ്ലാന്റ്സിലാണ് പോളിപ്ലോയിഡ് കൂടുതലായി കാണാം. സോ ക്രോമസോമൽ ഡിസോർഡേഴ്സ് നോക്കാം. ഫസ്റ്റ് വൺ ഡൗൺ സിൻഡ്രോം. ഇറ്റ്സ് ഓൾസോ കോൾഡ് ട്രൈസോമി 21. സോ എക്സാമിന് ഈ 2 ഫിഗറും നോട്ട് ചെയ്ത് വെക്കുക. ഇത് തന്ന എക്സാമിന് ഏത് ഡിസീസ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ കാരിയോടൈപ്പ്. എങ്ങനെയാണ് ഡൗൺ സിൻഡ്രോം വരിക? സോ നോർമൽ ഹ്യൂമൻ ബീങ്സിൻ്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് 44A+XX ഫീമെയിലാണ്, 44A+XY മെയിലാണ്. പക്ഷേ ഇവിടെ നോക്കിയാൽ 45A കാണാം. അതായത് ഒരു ഓട്ടോസോം എക്സ്ട്രാ വന്നു. 45A+XX ഫീമെയിൽ, 45A+XY മെയിൽ. സോ ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോംസ് ഒരെണ്ണം എക്സ്ട്രാ വരും. 46ന് പകരം 47 വരും. ഇതാണ് ഡൗൺ സിൻഡ്രോമിൻ്റെ റീസൺ. അതായത് ഒരു എക്സ്ട്രാ ഓട്ടോസോം വന്നു. പ്രസൻസ് ഓഫ് an additional copy of chromosome number 21. എത്രാമത്തെ ക്രോമസോമാണ് എക്സ്ട്രാ വന്നത്? 21ാമത്തെ ക്രോമസോമാണ് എക്സ്ട്രാ വന്നത്. അതുകൊണ്ടാണ് ട്രൈസോമി 21 എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഈസ് ദ സിംറ്റം ഓഫ് ഡിസീസ് ഓർ ഫിനോടൈപ്പ്? അതായത് എന്താണ് എക്സ്റ്റേണൽ ക്യാരക്ടർ? ഷോർട്ട് സ്റ്റാച്ചർ ആയിരിക്കും, ഹൈറ്റ് കുറവായിരിക്കും, സ്മോൾ റൗണ്ട് ഹെഡ് ആയിരിക്കും, ബ്രോഡ് ഫ്ലാറ്റ് ഫേസ് ആയിരിക്കും, ഫറൗഡ് ബിഗ് ടങ് ആൻഡ് പാർഷ്യലി ഓപ്പൺ മൗത്ത്. ഓക്കെ, ടങ് എങ്ങനെയായിരിക്കും? വലുതും ചുരുങ്ങിയതുമായ ടങ് ആയിരിക്കും. പാർഷ്യലി ഓപ്പൺ മൗത്ത് ആയിരിക്കും, മൗത്ത് പകുതി തുറന്ന് വെച്ച പോലെ ആയിരിക്കും. ബ്രോഡ് പാം ബ്രോഡായിരിക്കും. റിട്ടാർഡഡ് ഫിസിക്കൽ, സൈക്കോമോട്ടർ ആൻഡ് മെൻ്റൽ ഡെവലപ്മെൻറ്റ്. ഫിസിക്കലി, മെൻ്റലി, സൈക്കോളജിക്കലി ഡെവലപ്ഡ് ആയിരിക്കില്ല, അണ്ടർ ഡെവലപ്ഡ് ആയിരിക്കും. കോൺജനിറ്റൽ ഹാർട്ട് ഡിസീസ്, ജനിക്കുന്ന സമയത്ത് തന്നെ ഹാർട്ട് ഡിസീസ് ഉണ്ടാകും. ഇതൊക്കെയാണ് സിംറ്റം. ഇതിൽ 1-2 സിംറ്റംസ് ഓർത്ത് വെക്കുക. ചില സമയത്ത് സിംറ്റംസ് തന്ന എക്സാമിന് ചോദിക്കും. ഐഡൻറ്റിഫൈ ദ ഡിസീസ്. നെക്സ്റ്റ് ടൈപ്പ് ഈസ് ക്ലിൻഫെൽറ്റർ സിൻഡ്രോം. ഇവിടെ വാട്ട് ഈസ് ദ കാരിയോടൈപ്പ്? 44A+XXY. ഒരു എക്സ്ട്രാ എക്സ് ക്രോമോസോം ആഡ് ചെയ്യപ്പെട്ടു അല്ലേ? ഒരു അഡീഷണൽ കോപ്പി ഓഫ് എക്സ് ക്രോമോസോം വന്നു. അതുകൊണ്ട് ടോട്ടൽ നമ്പർ ഓഫ് ക്രോമോസോം 47 ആയി മാറി. 44A+XXY. പ്രസൻസ് ഓഫ് an additional copy of X chromosome in male. സോ മെയിൽസിനാണ് ക്ലിൻഫെൽറ്റർ സിൻഡ്രോം വരാം. ആൻഡ് വാട്ട് ഈസ് ദ ഫിനോടൈപ്പ്? ഡെവലപ്മെൻറ്റ് ഓഫ് ബ്രസ്റ്റ്, ഗൈനക്കോമാസ്റ്റിയ. ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് നടക്കും. ആ ഒരു കണ്ടീഷനെ ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയും. സ്റ്റെറൈലായിരിക്കും, അവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാവില്ല, മെൻ്റലി റിട്ടാർഡഡ് ആയിരിക്കും. ആൻഡ് നെക്സ്റ്റ് ടൈപ്പ് ഈസ് ടേണേഴ്സ് സിൻഡ്രോം. ഇതിൻ്റെ കാരിയോടൈപ്പ് 44A+X ആണ്. ഒരു ക്രോമോസോം ഇവിടെ കുറവാണ്. സോ ടോട്ടൽ നമ്പർ ഓഫ് ക്രോമോസോം വരുന്ന സമയത്ത് 46ന് പകരം 45 വരും. ആബ്സെൻസ് ഓഫ് 1 X ക്രോമോസോം ഇൻ ഫീമെയിലിൽ നോർമൽ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ മീൻസ് 44A+XX ആണ്. പക്ഷേ ഇവിടെ ഇൻ ടേണർ സിൻഡ്രോം ഒരു എക്സ് ക്രോമോസോം ആബ്സെൻ്റ് ആയിരിക്കും. സോ 44A+X. ഫിനോടൈപ്പ് എന്താണ്? സ്റ്റെറൈലായിരിക്കും, റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാവില്ല. ഓവറീസ് ആർ റുഡിമെൻ്ററി, ഓവറീസ് ഡെവലപ്ഡ് ആയിരിക്കില്ല, അണ്ടർ ഡെവലപ്ഡ് ആയിരിക്കും. ലാക്ക് ഓഫ് അതർ സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടേഴ്സ്. മറ്റുള്ള സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടേഴ്സ് അതായത് ഫീമെയിൽ ക്യാരക്ടേഴ്സ് കുറവായിരിക്കും. ഡ്വാർഫ്നെസ് കാണിക്കും, മെൻ്റലി റിട്ടാർഡഡ് ആയിരിക്കും. ഇത് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഡൗൺ സിൻഡ്രോം, ക്ലിൻഫെൽറ്റർ സിൻഡ്രോം, ടേണർ സിൻഡ്രോം. ഇത് മൂന്നിൻ്റെയും കാരിയോടൈപ്പ് ഓർ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓർത്ത് വെക്കുക. ഫിനോടൈപ്പ്, സിംറ്റംസ് കൂടി ഓർത്ത് വെക്കുക.